സ്റ്റാർട്ടിങ് എ ബിസിനസ് വാസ് ഓൾവേസ് മൈ ഡ്രീം. ഒരു ചെറിയ ഐഡിയയിൽ നിന്നും ഒരു ചെറിയ ബഡ്ജറ്റിൽ നിന്നുമാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, മിർഷാദാണ്. ആൻഡ് ടുഡേ ഐ ആം ഗോയിങ് ടു റിവീൽ ദ നെയിം ഓഫ് മൈ പേക്ക്ഡ് ജ്യൂസ് ബിസിനസ്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഞാനൊരു ജ്യൂസ് ബിസിനസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സായിട്ട് മാത്രമല്ല, ഒരു ബ്രാൻഡ് കൂടിയായിട്ടാണ് ഞാൻ വളർത്തുന്നത്. ദിവസം ആളുകൾ ഒരുപാട് ടൈപ്പ് ജ്യൂസ് കുടിക്കുന്നുണ്ട്, ഒരുപാട് വേറെ വേറെ ബ്രാൻഡുള്ള ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയെടുത്തോളം നമുക്ക് ഒരു ജ്യൂസ് ബിസിനസ്സിൽ ഡിഫറെൻറ്റ് ഫ്ലേവറിൽ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഗ്ലോബലി നോക്കുന്നതാണെങ്കിൽ തന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ഒരുപാട് ഫ്ലേവേഴ്സിൽ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഫ്രെസ്കോ ഉണ്ട്, പിന്നെ പ്രസറി വരുന്നുണ്ട്, ഓഷ്യൻ വരുന്നുണ്ട്, പ്രൈം വരുന്നുണ്ട്, പിന്നെ നമ്മളെ വരുന്നുണ്ട്, 7up, പെപ്സി, അതെല്ലാം സോഫ്റ്റ് ഡ്രിങ്കാണ്. ജ്യൂസ് വരുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് ബ്രാൻഡ് വരുന്നുണ്ട്. നമ്മളെ ഏരിയയിൽ ജ്യൂസ് ബ്രാൻഡ് അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങി വിജയിപ്പിച്ചെടുക്കണമെന്നാണ്. അത് ചെറിയ ബഡ്ജറ്റിൽ ഞാൻ നോക്കുന്നത്. ഹോം ബേസ്ഡ് സ്റ്റാർട്ടിങ്, ഹോം യൂണിറ്റിൽ തുടങ്ങി അങ്ങനെ കൊണ്ടുവന്ന് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ ഫ്ലേവേഴ്സ് കൊണ്ടുവന്ന് ഒരു ബിസിനസ് ബ്രാൻഡ്, ജ്യൂസ് ബ്രാൻഡ് തുടങ്ങണമെന്നാണ് എൻ്റെ നല്ല ആഗ്രഹം. ഫ്യൂ വീക്സ് ഓഫ് പ്ലാനിങ് മൈ ഡ്രീം ബ്രാൻഡ്. ദ നെയിം ഈസ് ജ്യൂസിപ്പ്. പറഞ്ഞ പോലെ phase 1 ഹോം ബേസ്ഡ് പ്രൊഡക്ഷൻ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ വീട്ടിലെ കിച്ചണിൽ നിന്ന് അതിൻ്റെ ലീഗലായിട്ട് കാര്യങ്ങളും പേപ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം സെറ്റായിട്ടാണ് പ്രൊഡക്ഷൻ വീട്ടിൽ നിന്ന് തുടങ്ങുന്നുള്ളൂ. വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ എന്തെല്ലാം സർട്ടിഫിക്കേഷൻസ് വേണം എന്നുള്ള ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് എന്താകണം, ഒരു നല്ലൊരു പേര് വേണം. അപ്പം പേരിന് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ FSSAI വേണം, ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം. പിന്നെ അതുപോലെ തന്നെ MSME രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റ് വേണം, വാട്ടർ ടെസ്റ്റ് ചെയ്ത പേപ്പർ വേണം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. This is only the beginning. If you are serious about starting a business, comment below. I'm starting a business. I will reply to you. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you soon.